ട്യൂട്ടർ ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. +1 ഇംപ്രൂവ്മെന്റ് സീരീസ്. അഥവാ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാംസ് വരാൻ പോവാണ്. സോ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? സോ നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? കുറേ ആൾക്കാർ പഠിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു. അതുപോലെ എല്ലാവരും കുറച്ച് ടെൻഷനിലാണ്, പേടിയിലാണ് അല്ലേ? അയ്യോ എന്നാണ് പരീക്ഷ എന്നുള്ളതിനൊക്കെ പറ്റി ആലോചിച്ചിട്ട് അല്ലേ? അങ്ങനെ നിങ്ങൾ വറി ചെയ്യേ വേണ്ട. കാരണം നമ്മുടെ സേ എക്സാമിനൊക്കെ ശേഷമേ വരുന്നുള്ളൂ എന്ത് നിങ്ങളെ ഇംപ്രൂവ്മെന്റ് എക്സാംസ്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 മണിക്കൂർ ക്ലാസ് ധാരാളം മതി നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സബ്ജക്ട്, ഞാൻ നിൽക്കുന്ന ഫിസിക്സ് ആയതുകൊണ്ട് ഫിസിക്സ് സബ്ജക്ട് +1ന്റെ ഫിസിക്സ് സബ്ജക്ട് റിവൈസ് ചെയ്യാനും പഠിക്കാനും 20 മണിക്കൂർ ധാരാളം മതി. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം എങ്ങനെ പഠിച്ചു തുടങ്ങുന്നത്. മിക്കവാറും വർഷങ്ങളിൽ ഇങ്ങനെ ഇംപ്രൂവ്മെന്റ് എക്സാമിനാണ് കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടി കാണാറ്. എന്നാൽ ശരിക്കും +1 ഒരു കൊല്ലം നമ്മൾ പഠിച്ച +1 പബ്ലിക് എക്സാം എഴുതുമ്പോൾ അത്രത്തോളം മാർക്ക് കിട്ടുന്നില്ല. എന്നാൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അതെന്താ അതിന്റെ ഡിഫറൻസ്? എന്താ അതിന്റെ ഒരു പിന്നിലുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഒരു വർഷം മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? പരീക്ഷ എഴുതാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ വെറും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ +2ന്റെ പാഠഭാഗങ്ങളുടെ കൂടെ അല്ലെ, ഇത് ലാബും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതിന്റെ കൂടെ പഠിച്ച് എഴുതുമ്പോൾ കൂടി +1 എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയാണ്. നേരത്തെ കിട്ടിയതിനേക്കാളും കൂടുതൽ അധ്യാപകർ കൂടുതൽ മാർക്ക് കിട്ടുന്നതാണോ? ഒരിക്കലും അല്ല കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ +1ലേക്ക് വരുമ്പോ 10ാം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ലല്ലോ +1 വരുന്നത്. കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് കണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ എന്ത് വരും? അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ കുറെ പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സോ നമുക്കിപ്പോ മനസ്സിലായി എങ്ങനെ അല്ലെ +1 ഫിസിക്സ് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അതിൽ നിന്ന് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി. വേറെ ഒന്നുമില്ല. 100% ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ സമ്മതിക്കില്ല അല്ലെ? അതേ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല എന്ന് പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതേ ചോദ്യം അതേ വേർഡ്സിൽ റിപ്പീറ്റ് ചെയ്യുക എന്നല്ല, മറിച്ച് എന്താണ് അതേ ഏരിയയിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായി ഒരേ ഏരിയയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാലോ. കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് പറയാൻ പോവാ. ഒന്നാമത്തെ ചാപ്റ്ററിൽ എത്ര, രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പോവാ. അപ്പൊ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്താണ്, ഇതല്ലാതെ മറ്റൊന്നും പഠിക്കരുത് എന്ന് ഞാൻ പറയില്ല. എന്നാൽ ഇതെന്തായാലും പഠിക്കണം എന്ന് ഞാൻ പറയും. മനസ്സിലായല്ലോ? കാരണം ഇതെന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മറ്റൊന്നും ചോദിക്കില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഏതെങ്കിലും അബദ്ധത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പറയും, ആ സാറ് പറഞ്ഞില്ലേ വേറെ ഒരു ചോദ്യം ചോദിക്കില്ല എന്ന്. അങ്ങനെ പറയരുത് കേട്ടാ. അപ്പൊ എന്താണ്, അങ്ങനെ ചോദ്യങ്ങൾ ഇതുവരെയും ലാസ്റ്റ് 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പുതുതായിട്ട് കണ്ടാലായി. പ്രത്യേകിച്ച് +1ന് ഞാൻ അത്ര പറയില്ല കേട്ടോ. +2 ഒരു 20% ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സോ +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് വെക്കുക. എന്നാൽ ടോട്ടൽ ഫിസിക്സിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല മാർക്ക് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? സോ ഗെറ്റ് റെഡി. സോ അതിനുവേണ്ടി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫിസിക്സ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാപ്റ്റർ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാറില്ല എന്ന് പറയാം. എന്നാൽ ഒരു ചോദ്യം വരും, ഒരൊറ്റ ചോദ്യം. ഇത്രയും കാലമായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യം കണ്ടിട്ടുള്ളൂ. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരൊറ്റ ഭാഗം മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പഠിക്കേണ്ടതുള്ളൂ. ഇതിന് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആകെ നോക്കേണ്ടത് ഇത് മാത്രം. ഏതാണത്? ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. 4 ബേസിക് ഫോഴ്സസ് ഉണ്ട് ഈ യൂണിവേഴ്സിൽ. ഓക്കെ, ഏതൊക്കെയാണ് 4 ബേസിക് ഫോഴ്സസ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് എന്തിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്?
അതെ, ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ. സോ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്? ഈ യൂണിവേഴ്സിലെ ഏതെങ്കിലും രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഏതാണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഇനി ന്യൂക്ലിയസിലെ ബീറ്റ ഡികെയുടെ ഫലമായി ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാണ്? അത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഓക്കെ, ദെൻ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഏതാണ്? അതിൻ്റെ ചോദ്യം ഒന്ന് മാറി, ഇങ്ങനെ ചോദിക്കും. എങ്ങനെയാണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ് പറയേണ്ടത്. ആൻസർ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റത്തിലെ ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. എന്താണ് ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. പ്രോട്ടോണും ന്യൂട്രോണുമാണ് പ്രധാന ഘടകങ്ങൾ, അല്ലേ? അങ്ങനെയല്ലേ? ആണ്. അപ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുക. സോ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാലും ന്യൂട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാലും ഒക്കെ ഉത്തരം ഒന്നാണ്. അതേതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ആദ്യമൊക്കെ ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കും, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കും, അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ രീതികളിലാണ്. ഓക്കെ, നോക്കൂ. ഇനി ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ഇത് HSSlive.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2009 മുതൽ 2019 വരെ ഏകദേശം 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലുണ്ട്. സോ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴത്തിടാം. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. ഓക്കെ, ശരി. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് 2019 ചോദിച്ച ചോദ്യം വർഷം വലത് സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി പോവുക, ഓരോരോ വർഷങ്ങൾ ഏത് വർഷങ്ങളിലാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നോക്കൂ. സെലക്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്? ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ട്രോങ്ങസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ചോദിച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ്. പക്ഷേ ആ കൊടുത്തിരിക്കുന്ന 3 സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ? ശരി. രണ്ടാമത് ചോദ്യം നോക്കൂ. ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിയല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ അല്ലേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. മൂന്നാമത്തെ, ട്രൂ ഓർ ഫോൾസ്. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ബട്ട് നോട്ട് ഫോർ ദ അതേഴ്സ് എന്നാണ്. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. പല വീക്ക് ഫോഴ്സിൻ്റെ കേസിലും അത് എല്ലാ കേസിലും ശരിയായിക്കോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം നോക്കൂ. നാലാമത്തെ ചോദ്യം, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എൻജിൻസ് ഈസ്. അല്ലേ? ഏതാ? തെർമോഡൈനാമിക്സ് ആണ്. സ്റ്റഡി ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? തെർമോഡൈനാമിക്സ് ചാപ്റ്ററുകൾ നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട്. കൂടാതെ ഈ ഫിസിക്കൽ വേൾഡിൽ ആദ്യം നമ്മൾ ബ്രാഞ്ചുകളെ പറ്റി പഠിക്കുന്നിടത്തും പഠിക്കുന്നുണ്ട് അല്ലേ? സ്റ്റഡി ഓഫ് മോഷൻ മെക്കാനിക്സ് അല്ലേ? പിന്നെ വേറെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ? റെസ്റ്റിലിരിക്കുന്ന ചാർജുകളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മൂവിങ് ചാർജുകളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് ഇലക്ട്രോ ഡൈനാമിക്സ്. സ്റ്റഡി ഓഫ് ലൈറ്റ്സ്, ഒപ്റ്റിക്സ് അല്ലേ? ലൈറ്റിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഒപ്റ്റിക്സ്. സോ അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ ചാപ്റ്ററിലും മറ്റ് ഓരോ ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇവിടെ പഠിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ അവിടെയും പഠിക്കും. എവിടെയും പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് പഠിക്കാം. ബ്രാഞ്ചുകൾ പഠിച്ചിട്ട് തന്നെ തുടങ്ങുന്നത് ഫിസിക്സിൻ്റെ ബേസിക്സ്. പക്ഷെ എന്നാലും എവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തെർമോഡൈനാമിക്സിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ്? എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഹീറ്റ് എഞ്ചിനുകളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അടുത്ത് നോക്കൂ. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് whereas electrostatic force is attractive as well as repulsive. The ratio of electrostatic force and gravitational force between two protons is. ശ്രദ്ധിക്കുക, എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പഠിച്ച 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കണമെന്ന് നോക്കാം. ഒന്ന് നോക്കൂ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ അതിന് തൊട്ട് മേലുള്ളത് ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10⁻25 ടൈംസ് ആണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അതിന് മുകളിൽ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ വരിക. മനസ്സിലായല്ലോ? സോ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ
10⁻36 ടൈംസ് ആണ്. മനസ്സിലായല്ലോ? ഇനിയോ അടുത്തത് എന്താണ്? ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10⁻38 ടൈംസ് ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇതുവരെ ഇത് എൻട്രൻസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്തായാലും ഒരു കൊല്ലം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എത്ര മടങ്ങായിരിക്കും? ആൻസർ താഴെ ഉണ്ട്, 10⁻36 ടൈംസ് ആണ്. ആൻസർ ഈസ് 10⁻36. എളുപ്പമാണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം നോക്കൂ. പിക്ക് ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദ ഫോളോയിങ് ഫോഴ്സസ്. അല്ലേ? താഴെ പറയുന്നതിൽ ഓഡ് വൺ ഏതാണ്? നോക്കിയാൽ തന്നെ മനസ്സിലാവും, വിസ്കസ് ഫോഴ്സ് ആണ്. കാരണം എന്താണ്? ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ വരുന്നതാണ്. വിസ്കസ് ഫോഴ്സ് മാത്രം ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ വരുന്നതല്ല. ഇതെല്ലാം ഓരോ വർഷങ്ങളിൽ ചോദിച്ചതാണ്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾ. ഞാൻ വർഷങ്ങൾ വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. അല്ലേ? ഒരു ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അല്ലേ? ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്റ്റ് ഇൻ യൂണിവേഴ്സ്. അല്ലേ? ഈ യൂണിവേഴ്സിൽ എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അല്ലേ? അതേതാണ്? അല്ലേ? എല്ലാ മാസുകളും തമ്മിലുള്ള ഫോഴ്സ്, എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ഫോഴ്സ് ഏതാണത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. റൈറ്റ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഒക്കെ ഈ ഏരിയ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Choose the wrong statement from the following statement. Electromagnetic force is the force between charged particles. ആണ്, ശരിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക്കൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുമല്ലോ. സോ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഡൈനാമിക്സും വരും. സോ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് തന്നെയാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ആവാലോ? ഇപ്പം നിങ്ങൾ പഠിച്ചതല്ലേ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കണ്ടല്ലോ. അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. രണ്ട് ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ് ആവും, രണ്ട് സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ് ആവും. അപ്പോൾ അതും ശരിയാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. അല്ലേ? പ്രോട്ടോൺസും ന്യൂട്രോൺസും, ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഏത്? ന്യൂക്ലിയർ ഫോഴ്സ്. അതും ശരിയാണല്ലോ, അതും ശരിയാണ്. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ ഏതാ? റോങ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. 4ാമത്തെ ആയിരിക്കും. വായിച്ച് നോക്കാം നമുക്ക് എന്താണത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സസ് എമംഗ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ. അല്ലല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് അല്ലേ? ഇവിടെ പറഞ്ഞത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണെന്നാണ്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ അറിയാം എല്ലാവർക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നിങ്ങളെ അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നതാണ്? തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് വരുന്നതാണ് കേട്ടോ. നമുക്ക് അവിടെ പഠിക്കാം. ഫാരൻഹീറ്റിനെ കെൽവിൻ ആക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അത് നമുക്ക് അവിടെ പഠിക്കാം. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ വീക്കസ്റ്റ് ഫോഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ ഈസ്. അഗെയിൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് എവിടുന്ന് വന്നിട്ടുള്ളത്? ഈ +1 ഫസ്റ്റ് ചാപ്റ്ററിന് വന്നിട്ടുള്ളത്, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്. അപ്പോൾ മിക്കവാറും 99% ക്വസ്റ്റിനും ഈ ഒരു ഏരിയനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു ചോദ്യം മാത്രമൊക്കെയാണ് ബ്രാഞ്ച് ചോദിച്ചത്. എന്തായാലും ശരി, ബ്രാഞ്ച് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ആ സ്ട്രെങ്ത്തിൻ്റെ ഓർഡറും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ഇതിൽ ഈ 1ാമത്തെ ചാപ്റ്ററിന്. 1ാമത്തെ പാർട്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി 2ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ചെറിയ പാർട്ടായിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് വായിക്കാനും കാണാനും പഠിക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പം ഫീൽ ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഉണ്ട്. ഏതാ? ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അത് hsslive.in എന്ന സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 6 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സോ അതിന്റെ ചാപ്റ്റർ വൈസ് ആണ്, ഒരു ചാപ്റ്ററിന് ചോദിച്ചത് മാത്രം. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്തിട്ട് ആ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ, അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. മനസ്സിലായല്ലോ? 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും. ക്ലാസ്സിൽ പറയുന്ന കണ്ടന്റ്സിൽ എന്തുണ്ടാവും? ഈ 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്നാൽ ലാസ്റ്റ് 2010 മുതൽ 2016 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കൊടുത്തിട്ടുണ്ട്? ഈ വെബ്സൈറ്റിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കുക, തീർച്ചയായിട്ടും നോക്കുക, പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.